ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്കയാണ് കേട്ടോ. അപ്പോൾ ചക്ക നന്നായി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചക്ക അരിയുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ അരിയുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ നന്നായി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചക്കക്കുരു ചതച്ചിടുകയാണ് കേട്ടോ. ചക്കക്കുരു കുറച്ച് ചതച്ചിടുന്നുണ്ട്. പിന്നെ നമ്മളൊരു അരമുറി തേങ്ങയാണ് എടുക്കുന്നത്. അത്രയും വേണ്ട കാര്യം, കുറച്ച് ചക്കയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങ, അതിനാവശ്യമുള്ള തേങ്ങ തിരുവി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക നന്നായി കഴുകി എടുക്കുന്നുണ്ട്. ചക്കയ്ക്കകത്ത് വലിയ അഴുക്കുകളൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിനകത്താണ് കേട്ടോ ചക്ക പുരട്ടിയെടുക്കുന്നത്. അപ്പോൾ ചക്ക കഴുകിയിട്ട് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചക്കയ്ക്ക് തേങ്ങയുടെ കൂടെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് കാന്താരി പറിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാന്താരിയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കാന്താരി പറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരിയാണ് കേട്ടോ. അപ്പോൾ നിറയെ കാന്താരികളുണ്ട്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടാറില്ല. ചാണകപ്പൊടിയും പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ അരച്ച് ഇടാറുണ്ട് കേട്ടോ. നന്നായി പിടിക്കുന്നുണ്ട്. നന്നായി കാന്താരി, ഉണ്ടമുളകും പച്ചമുളകും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ തോതിലേ ഉള്ളൂ, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടമുളകും അപ്പുറത്ത് പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടമുളകും പച്ചമുളകും എല്ലാം ഉണ്ട്. അപ്പം ഉണ്ടമുളക് ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടുണ്ട്. നാളെ ആകുമ്പോഴത്തേനും നല്ല റെഡ് കളറാവും കേട്ടോ. കുറച്ചും കൂടി പഴുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ വിത്തിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ട് നമ്മൾ അടുത്ത വിത്തിന് വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ ചക്കയ്ക്ക് തേങ്ങയുടെ കൂടെ കാന്താരി മുളകും കുറച്ച് ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും കൂടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിനകത്താണല്ലോ ചക്ക കുഴയ്ക്കുന്നത്. അപ്പോൾ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പം കുക്കറിനകത്ത് ആയതുകൊണ്ട് നമ്മൾ അരപ്പ് മുന്നേ ഇട്ട് കൊടുക്കും കേട്ടോ. അല്ലാതെ വെക്കുവാണെങ്കിൽ വെന്തതിന് ശേഷം അരപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും ഉപ്പും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒറ്റ വിസിൽ കേട്ടോ, കുക്കർ അടച്ച് ഒറ്റ വിസിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തോരനാണെന്ന് പറയാനൊക്കില്ല, ഒരു മെഴുക്കുവരട്ടി, തേങ്ങ ഇട്ട ഒരു മെഴുക്കുവരട്ടി പോലെ നമ്മൾ പടവലങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നല്ല കൊത്തി അരിഞ്ഞിട്ട് ഒരു സവാള ഇടുന്നുണ്ട്. 2 കാന്താരി മുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാന്താരി മുളകും നല്ല വട്ടത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. കാന്താരി മുളകൊക്കെ ഇടുമ്പം നല്ല കാന്താരിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അപ്പോഴത്തേന് കുക്കർ വിസിലടിച്ചു. ചക്ക ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളം കയറിയ ചക്കയാണ്. ചക്കയ്ക്കകത്തല്ല അപ്പോൾ വെള്ളം കയറുമല്ലോ, അതാണ് ഇത്തിരി ലൂസായിട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് കട്ടിയായിക്കോളും തണുത്ത് കഴിയുമ്പം. അപ്പം നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് തോരന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം നമ്മൾ തോരന് വേണ്ടിയിട്ടുള്ള പടവലങ്ങ അരിഞ്ഞ് വെച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വെന്താൽ മതി, ഒരുപാട് വേവില്ല പടവലങ്ങയ്ക്ക്, അറിയാമല്ലോ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇത് റെഡി ആകുമ്പോഴത്തേനും മീൻ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇന്നലത്തെ മീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇന്നലെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഇന്നത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അപ്പോഴത്തേന് നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. തോരനല്ല, മെഴുക്ക് പുരട്ടി എന്ന് പറയാം. അപ്പം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചതയ്ക്കുന്നു, മറ്റ് മസാലാസോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. വെറുതെ തേങ്ങ തിരുവി ഇട്ട് കൊടുക്കുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വെന്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക്. അതിനുശേഷം നമുക്ക് പുളിശ്ശേരി വെക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയും പച്ചമുളക്, ജീരകം, കൊച്ചുള്ളി, കറിവേപ്പില ഇത്രയും ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇത്രയും ഇട്ട് കൊടുക്കണം. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും മീൻ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കരിഞ്ഞതല്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും മീൻ ഇത്രയും മൂത്ത് വരണം. അതിനുശേഷം പുളിശ്ശേരിക്കുള്ളത് അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പാത്രത്തിലാണ് കേട്ടോ പുളിശ്ശേരി വെക്കുന്നത്. അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് തൈരും ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ. നല്ല പുളിയാണ് കേട്ടോ. നല്ല പുളിയാണ്. അതുപോലെ തന്നെ തേങ്ങയ്ക്കകത്ത് ഇങ്ങനെ അരച്ച് വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് തിളപ്പിച്ചതിന് ശേഷം, ഒരുപാട് പത വരണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കടുക് വറുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറുണ്ടാലോ. നമ്മൾ ചോറും ചക്ക വിളമ്പുന്നുണ്ട് കേട്ടോ. ഒരു ശകലം ചക്കയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നല്ല
തോരൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തോരനല്ല, മെഴുക്കുവരട്ടി. മെഴുക്കുവരട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പടവലങ്ങ മെഴുക്കുവരട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത മീൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇന്നലത്തെ നമ്മൾ വെച്ച മീൻകറി ഇല്ലേ, വറുത്തരച്ച് വെച്ച മീൻകറി, അത് ഇന്നലത്തെയാണ് കേട്ടോ. അത് ചക്കയുടെ മുകളിലും കുറച്ച് സൈഡിലും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല പുളിശ്ശേരിയാണ് കേട്ടോ. ഈ പുളിശ്ശേരി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.